ഹായ്. ഇന്നലെ വന്നു പോയ പിന്നെ ഇന്നാ വരണേല്ലേ? ഒന്നും പറയണ്ടപ്പാ, എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. ഞാനേ കുറച്ച് വർക്കായി പോയി, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഞാനേ വൈകുന്നേരം കാപ്പി വയ്ക്കുക. ഇന്ന് ചായ വേണ്ടാന്ന് വിചാരിച്ച് കാപ്പി ആക്കി കേട്ടോ. ബ്രൂ കോഫി. എന്താടാ അത്? ഒന്ന് പറയട്ടേടാ. ലൂക്ക കാലിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണേ. അവന് കാപ്പി ഭയങ്കര ഇഷ്ടമാണ്. അതാ. തരാം, നിനക്ക് തരാം. വരട്ടെ, തരാം കേട്ടോ. കൊച്ചു പിള്ളേരെക്കാൾ കഷ്ടമാണേ. മോളാണ്, അവളാണ് ഇത്. രണ്ട് പൂച്ച എനിക്ക് വേണം, പൂച്ച വേണം, പൂച്ച വേണമെന്നും പറഞ്ഞ് പൂച്ച ഒരെണ്ണമാണ് ആദ്യം വാങ്ങിച്ചത്. അപ്പം അച്ഛൻ പറയും, അയ്യോ അത് ഒറ്റയ്ക്കാണല്ലോ, വേണ്ട, എന്നാൽ ഒരെണ്ണം കൂടി ഇരിക്കട്ടെ. ആദ്യം പെണ്ണെന്നും പറഞ്ഞാട്ടോ വാങ്ങിച്ചത്. പേരും വെച്ചു, ഇസു. ഇസു, IZU. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ആ പേരൊക്കെ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഒറ്റയ്ക്ക് കളിക്കണ കാണുമ്പോൾ ഒരു വിഷമം. അപ്പോൾ ചേട്ടൻ പറയണത് നമുക്ക് ഒരെണ്ണം കൂടി വാങ്ങിക്കാമെന്ന്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് തന്നെ ഒരെണ്ണം കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഇപ്പോൾ അവസാനം എന്താ പറ്റിയെന്നറിയോ? വലുതായി കഴിഞ്ഞപ്പോൾ ഇസു അല്ലല്ലോ, മാറിപ്പോയി, പെണ്ണല്ല, ആണായിപ്പോയി. സോറി, ഒരു ദൈവമേ. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയതാന്നേ. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടർ പറഞ്ഞു ആ പെണ്ണാണെന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റ് അന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ അതിൻ്റെ സംഭവമൊക്കെ മാറി മാറി വരികയാണ്. പറയാണ്ടിരിക്കുക ഭേദം. അവസാനം ഇപ്പോൾ ഇതാ 2 ആൺകുട്ടികൾ, ചുണക്കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട് ഇവിടെ കിടന്നുകൊണ്ട്. പറയല്ല, ചിരിക്കാൻ വയ്യ. ഉള്ള വിഡിത്തമൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും, ചെയ്യണതും വിഡിത്തെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു കാപ്പി കുടിക്കട്ടെ കേട്ടോ. ഒന്ന് വൈകുന്നേരം ചായ വേണ്ടാന്ന് വെച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ, ചേട്ടൻ പുറത്ത് പോയിരിക്കുക. അപ്പോൾ കാപ്പി കുടിച്ചിട്ട് നമ്മുടെ ലൂക്കയ്ക്ക് ഒരു അല്പം കൊടുക്കാം അല്ലേ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലൂക്ക കണ്ടില്ലേ, താഴത്ത് തന്നെ ഒഴിച്ചു കൊടുത്തു. പ്ലേറ്റൊന്നും കഴുകിയിട്ടുണ്ടായില്ല. ഞാൻ വേഗം ഇത്തിരി ഒഴിച്ചു കൊടുത്തു. 2 എണ്ണം കൂടി കുടിക്കുകയാണ്. ബ്രൂ കോഫി. ഇങ്ങനത്തെ പൂച്ചകൾക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും. ഞാനിപ്പോൾ അതൊന്നും നോക്കണില്ല. അതെന്താ വെച്ചാൽ തിന്നട്ടെ. അങ്ങനെ ഇന്നിപ്പോൾ എന്താ, ഇന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മഴയൊക്കെ മാറിയില്ല. അപ്പോൾ നന്നായിട്ട് ശരിക്കും വെയിലൊക്കെ ഉള്ളത് കാരണം തുണികളൊക്കെ കഴുകിയിട്ടു. കുറച്ച് ഉണക്കാനുണ്ടായി, അങ്ങനെ ചെയ്തു. ഇന്ന് ആ പണിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഒന്ന് മയങ്ങി. കുറച്ച് നേരം വേറെ എന്താ, ഉച്ചയ്ക്ക് ഇന്ന് ഞായറാഴ്ചയല്ലേ, അതായത് കുറച്ച് നേരം ഒന്ന് കിടന്നു. അപ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ ചിലപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യണത്, ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കും കേട്ടോ. എൻ്റെ സമയവും സന്ദർഭമൊക്കെ അനുസരിച്ചാണ്. ഒരു രസം കേട്ടോ, വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ രാത്രി ചോറുണ്ടാക്കണം. ചോറല്ല, ദോശയാട്ടോ. ചോറുണ്ട്. രാത്രി ദോശ ഉണ്ടാക്കണം. പിന്നെ രാത്രിയിലെ സാമ്പാർ വെച്ചിരുന്നു. ഉച്ചയ്ക്ക് സാമ്പാറായിരുന്നു, അപ്പോൾ അതുണ്ട്. പിന്നെ ബീൻസ് മെഴുക്കുവരട്ടി വെച്ചു, അതുണ്ട്. എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ കുറച്ച് 2-3 ദോശയും കൂടി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ രാത്രിത്തെ കാര്യമായല്ലോ അല്ലേ. പിന്നെ വേറെ എന്താ വിശേഷം പറയും. വീടുകളിൽ പോയി വർത്തമാനം പറയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. അതൊന്നും ഇഷ്ടമല്ല. ഇവിടെയും അങ്ങനെ ആരും വന്ന് വർത്തമാനം പറയാൻ വേണ്ടി വന്ന് ഞാൻ അങ്ങനെയൊന്നും അങ്ങനെ അധികം മൈൻഡ് ചെയ്യാറില്ല. ചുമയ്ക്കണം, ഒരു മിനിറ്റ് കേട്ടോ. ചുമ വന്നുപോയി. ആരോ എന്നെപ്പറ്റി പറയേണ്ടതായിരിക്കും. അപ്പം ഞാൻ എന്താ പറഞ്ഞ്, അങ്ങനെ വീടുകളിൽ പോയി വർത്തമാനം പറയാൻ അല്ലെങ്കിൽ ഇവിടെ വന്ന് വർത്തമാനം പറഞ്ഞോ, അതൊന്നും ഞാൻ അങ്ങനെ അധികം താല്പര്യമില്ലാത്തവളാണ്. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾ കാര്യം സ്നേഹബന്ധത്തിൻ്റെ ഇതിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ അതൊരു പരദൂഷണവും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചിലപ്പോൾ ഇഷ്ടക്കേട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ കൂട്ടുകൂടി അമ്പലങ്ങളിൽ പോവുക അല്ലെങ്കിൽ കൂട്ടുകൂടി ഓരോ സ്ഥലത്ത് പോവുക, ആ പരിപാടിയേ ഇല്ല. പോവുകയാണെങ്കിൽ ഞാനും ചേട്ടനും കൂടി പോകും, ഇല്ലെങ്കിൽ പോവില്ല. വീട്ടിൽ ഇങ്ങനെ ഇരിക്കും. ഒന്ന് TV കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇതായി മൊബൈലിൽ നമ്മുടെ യൂട്യൂബോ. എൻ്റെ മൈലാഞ്ചി കണ്ടില്ലേ, ഇതാട്ടോ, മറന്നുപോയി. അത് ഞാൻ പിന്നെ കാണിച്ചില്ലോ അല്ലേ. കുറച്ചൊക്കെ പോയി തുടങ്ങി, അത് അടർന്ന് പോയി തുടങ്ങി ഇവിടെയൊക്കെ. പിന്നെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കും കുറച്ച് നേരം. പിന്നെ ഇങ്ങനെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിരക്കാണ് രാവിലെയും വൈകിട്ടൊക്കെ. പിന്നെ എൻ്റേതാ ഇതുപോലെ യൂട്യൂബൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടോ, സമയമില്ല ശരിക്കും പറഞ്ഞാൽ.
അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഓരോ ദിവസങ്ങൾ പോണത്. അധികം സംസാരിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനെ സംസാരിക്കുകയും ചെയ്യില്ല. അത് എൻ്റെ ഒരു പ്രത്യേക എന്തോ സ്വഭാവമാണ്. എന്നെ അതുകൊണ്ട് ചിലർക്കൊന്നും ഇഷ്ടമല്ല. കാരണം അവരുടെ സംസാരത്തിനനുസരിച്ച് ഞാൻ നിൽക്കാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് എൻ്റെ സംസാര രീതിയും അവരുടെ സംസാര രീതിയും വ്യത്യസ്തമായിരിക്കാം. അത് കാരണം അധികം ഞാനായിട്ട് അങ്ങനെ അടുക്കാറൊന്നുമില്ല. ഞാൻ അങ്ങനെ മിണ്ടൂല, പക്ഷെ ഞാൻ മിണ്ടാൻ ഇഷ്ടമുള്ളവളാണെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഭയങ്കര ധൈര്യമാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചാനലിലൂടെയൊക്കെ സംസാരിക്കാമെന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ചമ്മലൊന്നും ഇല്ല, എനിക്ക് ആ ചമ്മലൊന്നും ഇല്ല. പക്ഷേ എന്നാൽ ഞാൻ മറ്റുള്ളവരായിട്ട് അധികം അങ്ങനെ അടുക്കാനൊന്നും പോവില്ല, അങ്ങനത്തെ ഒരു പ്രകൃതമാണ്. ഞാൻ എന്നെപ്പറ്റി കുറച്ച് പറയണം കേട്ടോ, കാരണം ഇനി പോകെ പോകെ ഓരോ വീഡിയോയിൽ ഞാൻ എന്താണെന്നൊക്കെ നിങ്ങൾ അറിയണ്ടേ. അപ്പോൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞതാണ്. അപ്പോൾ കാപ്പി കുടിക്കണ സമയം കൊണ്ടൊരു വീഡിയോ എടുത്തതാണ്. രാവിലെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, രാവിലെ എനിക്ക് പറ്റിയില്ല. ഓരോ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ പറ്റാണ്ടായിരുന്നുകൊണ്ടാണ്. പിന്നെ കാപ്പിക്കോ ചായക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണ സ്വഭാവമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഉണ്ടെങ്കിൽ കഴിക്കും എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒന്നും ഇല്ല. അങ്ങനെ 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 അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഇനി പിന്നെ പറയാം അല്ലേ, നോക്കട്ടെ. കൂടുതൽ സംസാരിക്കാമെന്ന് പറയുമ്പോഴേ നമ്മൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. നമ്മളുടെ സംസാരം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ സംസാരം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല, അങ്ങനെയൊക്കെ വരും. അതുകൊണ്ടൊക്കെ കേട്ടോ ഞാൻ അധികം ആരോടൊക്കെ അങ്ങനെ സംസാരിക്കാതെ പോണത്. എന്നാൽ ഏറ്റവും കോമഡി പറയാനും കോമഡി എന്താ പറയുക കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വീട്ടിലായാലും എല്ലാം ഇങ്ങനെ ഇവിടെയൊക്കെ ചേട്ടൻ്റെ അടുത്ത് മോളുടെ അടുത്താണെങ്കിലും ഓരോന്നൊക്കെ ഇങ്ങനെ പറയും. മോള് പറയുമ്പോൾ എൻ്റെ അമ്മേ മറ്റേ എവിടെ നിന്ന് കിട്ടണു എന്നൊക്കെ ചോദിക്കും. എന്നാലും പക്ഷെ പുറത്ത് ഞാൻ സൈലൻ്റാണ്, വളരെയധികം സൈലൻ്റാണ്. അത് എന്താണെന്ന് എൻ്റെ ഓരോ അനുഭവങ്ങളായിരിക്കും കേട്ടോ. എനിക്ക് പലതരത്തിലുള്ള ഓരോ റിയാക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണെന്ന് തോന്നണം അധികം അങ്ങനെ ആരോടും സംസാരിക്കാൻ. കാരണം ഞാൻ കുറച്ച് പേരെ പഠിക്കും മീൻസ് എന്താ പറയുക, ഞാൻ കുറച്ച് പേരെ നോക്കുമ്പോൾ എനിക്ക് തോന്നും അവരായിട്ട് അത്ര വേണ്ട, അടുത്താൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ അടുക്കും കേട്ടോ, എല്ലാവരും എനിക്ക് ഇങ്ങനെ സാധാരണ സോഷ്യലായിട്ടൊക്കെ അടുക്കാറുണ്ട്. പക്ഷെ ചിലവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ പെരുമാറ്റം മാറും, അല്ലെങ്കിൽ അവരുടെ രീതികൾ വർത്തമാനത്തിലൊരു മാറ്റം ഉണ്ടാവും. പിന്നെ ചിലവരുടെ ഒരു കുനിഷ്ട കുശുമ്പും പറയുന്ന സ്വഭാവം നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വഭാവമാണല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിയുമ്പോൾ ഞാൻ പതുക്കെ മാറും. ചിലവരുണ്ട് കേട്ടോ, ചിലവർ നമ്മൾ മിണ്ടാതെ പോയാലും നമ്മൾ വിളിച്ച് ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ മിണ്ടാതിരുന്നാലും നമ്മളോട് ഓരോന്ന് ഇങ്ങനെ അതെന്താ ഇതെന്താന്ന്, എന്താ അവൾ അങ്ങനെ പോയാൽ എന്താ ഇങ്ങനെ പോയേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ നൈസായിട്ട് മാറും. ആദ്യമൊക്കെ ഞാൻ മുതലടിച്ച പോലെ അങ്ങനെ മാറിപ്പോവായിരുന്നു, എനിക്ക് അങ്ങനെ ഇഷ്ടമേ അല്ല. ഇപ്പം പിന്നെ കുറച്ചും കൂടി ഇത് പക്വത വന്നതുകൊണ്ടായിരിക്കാം കുറച്ച് എന്നൊക്കെ തലയാട്ടി, കാരണം ആരുമായിട്ട് വെറുപ്പിക്കരുതല്ലോ, അതിനു വേണ്ടി അങ്ങനെയൊക്കെ കുറച്ച് ഇതായിട്ടൊക്കെ പോവും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് കാരണം അധികം വർത്തമാനം പൊതുവേ മറ്റുള്ളവരായിട്ടുള്ള ഒരു വർത്തമാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറവാണ്. വീട്ടിലാരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയും. പക്ഷേ അവരുടെ റൂട്ട് മാറണം എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ വിളിക്കുമ്പോൾ, പിന്നെ അവർ വരാമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പതുക്കെ ഞാൻ ഇവിടെ ഇല്ലയെന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിവിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. കാരണം ഞാനും ഇപ്പോൾ ചേട്ടനായാലും അങ്ങനെ കേട്ടോ, അധികം സംസാരിക്കാത്ത ഒരു പ്രകൃതമാണ്. അതുകൊണ്ടായിരിക്കാം ഞാനും പുറമെ അധികം അങ്ങനെ ആരുമായിട്ടൊന്നും സംസാരിക്കാത്ത, എന്നാൽ സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നോക്കാം, എൻ്റെ സംസാരം ചിലപ്പോൾ ഈ വീഡിയോയിലൂടെ ഇങ്ങനെയൊക്കെ ഓരോ ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും, അതൊക്കെ കേൾക്കാൻ ചിലപ്പോൾ കുറച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല, അങ്ങനെ വ്യൂസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കുറവാണ്. എന്നാലും സാരമില്ല, എൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയാമല്ലോ അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചാനലെന്ന് വിചാരിച്ചാൽ മതി. നോക്കട്ടെ, നാളെ വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു സംസാരത്തെ പറ്റിയായിരുന്നു. ഞാൻ അങ്ങ് പോകണില്ല, ഇങ്ങോട്ട് അധികം അങ്ങനെ അടുക്കണില്ല എന്നുള്ളൊരു ഇതായിരുന്നു. നാളെ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ കാപ്പി കുടിച്ച് കഴിഞ്ഞു, ഇനി ഇത് കഴുകണം, ബാക്കി അടുത്ത പണിയുണ്ട്. ദോശ ഉണ്ടാക്കണം രാത്രിയിലേക്ക്. ഇപ്പോൾ സമയം 6:30 വിളക്ക് വെച്ചിട്ടില്ല, വിളക്ക് വയ്ക്കാനുണ്ട്. അങ്ങനെ എൻ്റെ കൊച്ചു പണികളാണ്. അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കേട്ടോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.